നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിറ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഓൺലി ആൻ ആക്സ് അവേ എന്ന ഷോർട്ട് ഫിലിമിൻ്റെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, എസ്പെഷ്യലി നമ്മൾ സൈലൻറ്റ് വാലിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ഷോർട്ട് ഫിലിം കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലിങ്കിലോട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലോട്ട് നമ്മളെത്തും. അപ്പോൾ ഒരു മഴ ദൂരം എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ ഓൺലി ആൻ ആക്സ് അവേ എന്നുള്ള ടൈറ്റിലിൽ നമുക്ക് ആ ഒരു ഷോർട്ട് ഫിലിം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത് സൈലൻറ്റ് വാലിനെ കുറിച്ചും, നമുക്ക് സൈലൻറ്റ് വാലിനെ കുറിച്ച് നമുക്ക് അറിയാലോ. സൈലൻറ്റ് വാലിനെ കുറിച്ചും അതേപോലെ തന്നെ സേവ് സൈലൻറ്റ് വാലി ക്യാമ്പയിൻ എന്താണ്, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മെയിനായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു 3 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫിലിമിൽ പറയുന്ന അതേ കാര്യങ്ങൾ പറയാതെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളൊന്ന് പാർട്ടാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് 3 പാർട്ടാക്കി തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ സൈലൻറ്റ് വാലിനെ കുറിച്ച്, എന്താണ് സൈലൻറ്റ് വാലി, അതിൻ്റെ ഏറ്റവും ബേസിക് ആണ്. ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, അതൊന്നും ഇതിനകത്ത് കുറേ ഒന്നും പറയണില്ല. ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ സൈലൻറ്റ് വാലിനെ കുറിച്ച്. പിന്നെ എന്താണ് സേവ് സൈലൻറ്റ് വാലി ക്യാമ്പയിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിനിങ്ങിലേക്ക് എത്താനുണ്ടായ സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അതിനെയും വളരെ ഷോർട്ടായിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ അബൌട്ട് ദാറ്റ് ഷോർട്ട് ഫിലിമിൽ എന്താണ് പറയുന്നത് എന്നുള്ളതും ഒരു 2 സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മളിതിൻ്റെ ആ ഒരു സ്ലൈഡ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് സൈലൻറ്റ് വാലിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. Silent Valley, located in Kerala's Palakkad district, is breathtakingly beautiful and ecologically fragile rainforest. നമുക്കറിയാം സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. അതേപോലെ തന്നെ അതൊരു മഴക്കാടാണ്. മഴക്കാടുകളുടെ കൂട്ടത്തിൽ പെടുന്ന, റെയിൻ ഫോറസ്റ്റിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ സൈലൻറ്റ് വാലി. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല എക്കോളജിക്കലി ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ട് പരിസ്ഥിതി ദുർബല മേഖല എന്ന് പറയുമല്ലോ. അതായത് ഫ്രജൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർബലം എന്നുള്ളൊരു മീനിങ്ങിലാണ്. അത്ര ഒരു വീക്കായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രദേശത്തിനെയാണ് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഏരിയയാണ് നമ്മുടെ സൈലൻറ്റ് വാലി സിറ്റുവേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് മൗണ്ടെയിൻ റേഞ്ച് നിയർ ദ ടൗൺ ഓഫ് മണ്ണാർക്കാട് ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്ട്, കേരള. പാലക്കാടുള്ള മണ്ണാർക്കാട് ടൗണിൻ്റെ അടുത്തായിട്ടാണ് വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അതൊക്കെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ദിസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഹോം ടു എ വാസ്റ്റ് അറേ ഓഫ് എൻഡമിക് സ്പീഷീസ് ഇൻക്ലൂഡിംഗ് ദ ലയൺ ടെയിൽ മെക്കാക്യൂ, നീൽഗിരി താർ ആൻഡ് നീൽഗിരി ലാംഗർ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും വരുന്ന കുറച്ച് വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള, അതേപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ വരുന്നുണ്ട്, നീലഗിരി ലങ്കൂർ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ലയൺ ടെയിൽഡ് മെക്കാക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ നീലഗിരി താർ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് നമുക്കറിയാം സിംഹവാലൻ കുരങ്ങ്, വരയാട്, അതേപോലെ തന്നെ നീലഗിരി കുരങ്ങ്, അങ്ങനത്തെ കുറച്ച് ജീവികളെയാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ മെയിനായിട്ടും കാണപ്പെടുന്ന, പ്രാദേശികമായി കാണപ്പെടുന്ന, അതേപോലെ തന്നെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് മൃഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ജീവികളാണ് അവയൊക്കെ എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. വിത്ത് ഇറ്റ്സ് ലഷ് കനോപ്പി, സ്പാർക്ലിംഗ് സ്ട്രീംസ് ആൻഡ് റേ വൈൽഡ് ലൈഫ്, സൈലൻറ്റ് വാലി ഇസ് എ നേച്ചർ ലവേഴ്സ് പാരഡൈസ്. അപ്പം അതിൻ്റെ ആ ഒരു നല്ല പച്ചപ്പരവതാനി വിരിച്ച പോലത്തെ ആ ഒരു പ്രദേശങ്ങളും, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അരുവികളും, അതേപോലെ തന്നെ അവിടുത്തെ ആ ഒരു വന്യജീവികളുടെ ജീവിതവും, അവരുടെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും, അവരുടെ അറ്റ്മോസ്ഫിയറൊക്കെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ച് ഒരു സ്വർഗം പോലത്തെ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് എന്ത് തരുന്നത്, ഈ ഒരു സൈലൻറ്റ് വാലി തരുന്നത്. Once threatened by a hydroelectric project, the valley was saved by widespread protest and is now a national park. അപ്പോൾ ഒരിക്കലും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് വരേണ്ടായിട്ടുണ്ടെന്നല്ല, അതിനൊരു പ്ലാനിങ് വരേണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ അതൊരു നാഷണൽ പാർക്കായിട്ട് മാറിയിട്ടുണ്ട്. പ്രിസർവിങ് ഇറ്റ്സ് നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനെ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് ആണ് അതിനെ എന്താക്കി മാറ്റിയിട്ടുള്ളത്, ആ ഒരു എയിമൊക്കെ അവിടെ നിർത്തിയിട്ട് നാഷണൽ പാർക്കാക്കി മാറ്റിയിട്ട് ഭാവി തലമുറയ്ക്ക് കൂടി പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ പ്രിസർവ് ചെയ്ത് സംരക്ഷിച്ച് വെക്കുക എന്നൊരു ഉദ്ദേശത്തിലേക്ക് നമ്മുടെ സർക്കാർ എത്തിയിട്ടുള്ളത്.
ഇനി നമുക്കിതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ളത് സേവ് സൈലന്റ് വാലി. എന്താണ് സേവ് സൈലന്റ് വാലി ക്യാമ്പയിൻ എന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ഇൻ ദ 1970s the KSEB proposed a hydro electric project in സൈലന്റ് വാലി. 1970 KSEB ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സൈലന്റ് വാലിയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിച്ച് എയിം ടു ഹാർനസ് ദ വാട്ടർ റിസോഴ്സസ് ഓഫ് ദി കുന്തിപ്പുഴ റിവർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അപ്പോൾ കുന്തിപ്പുഴയുടെ ഒരു പ്രത്യേക ഭാഗത്ത് വെച്ചിട്ട് അവിടെ നല്ല എന്താ പറയുക വാട്ടർ റിസോഴ്സ് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വാട്ടർ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു എയിം ആയിരുന്നു KSEBയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദ പ്രപ്പോസൽ പ്രൊജക്ട് സ്പാർക്ക്ഡ് വൈഡ് സ്പ്രെഡ് കൺസേൺസ് എമംഗ് എൻവയൺമെന്റലിസ്റ്റ്, സയന്റിസ്റ്റ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അത്തരത്തിലൊരു പ്രൊജക്റ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജൈവ വൈവിധ്യത്തിനെയും അതിൻ്റെ കരകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊരു ചിന്ത, ഒരു ആകുലത എല്ലാവരിലും വരെയുണ്ടായി. ദ സൈലന്റ് വാലി റെയിൻ ഫോറസ്റ്റ് വാസ് ആൻഡ് സ്റ്റിൽ ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദി മോസ്റ്റ് ബയോഡൈവേഴ്സ് ആൻഡ് ഫ്രജൈൽ എക്കോസിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ അത്രയും ജൈവ വൈവിധ്യമുള്ള അതേപോലെ തന്നെ എന്താണ് വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ദുർബല പ്രദേശങ്ങളിൽ പെടുത്താവുന്ന ഒരു എക്കോസിസ്റ്റം തന്നെയാണ് എന്ത് നമ്മുടെ സൈലന്റ് വാലി എന്നുള്ളത്. എ മാസീവ് ക്യാമ്പയിൻ വാസ് ലോഞ്ച്ഡ് അഗൈൻസ്റ്റ് ദ പ്രൊജക്ട് ലെഡ് ബൈ എൻവയൺമെന്റലിസ്റ്റ്, സയന്റിസ്റ്റ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു പ്രൊജക്റ്റ് ഒന്നും അവിടെ വരാൻ പാടില്ല എന്നതിന് ആ ഒരു പ്രൊജക്റ്റിനെ എതിർത്തുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരുപാട് പുതിയ പ്രൊജക്റ്റുകളും അതേപോലെ തന്നെ എൻവയൺമെന്റലിസ്റ്റും അതേപോലെ സയന്റിസ്റ്റുകളും ലോക്കൽ കമ്മ്യൂണിറ്റീസും ഒക്കെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാണ് അതിനെ മാക്സിമം എന്ത് ചെയ്യാണ് എതിർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ദ ക്യാമ്പയിൻ ഹൈലൈറ്റഡ് ദ പൊട്ടൻഷ്യൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദി സൈലന്റ് വാലി എക്കോസിസ്റ്റം. അപ്പോൾ അവർ ക്യാമ്പയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? ആ ഒരു സൈലന്റ് വാലി എക്കോസിസ്റ്റത്തിൻ്റെ ഒരു നാശം അല്ലെങ്കിൽ അതിനെ ആ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ടൊരു വീഴ്ചയിലേക്ക് കൊണ്ടെത്തിക്കാൻ പാടില്ല എന്നൊരു എയിം വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ആ ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ നാശം അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്, ഇതേപോലെ തന്നെ അവിടെയുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അവർക്ക് ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ക്യാമ്പയിൻ വന്നിട്ടുള്ളത്. ദ ക്യാമ്പയിൻ വാസ് അൾട്ടിമേറ്റ്ലി സക്സസ്ഫുൾ. അത് സക്സസ്ഫുൾ ആയിരുന്നു. കുറച്ച് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ പ്രൊജക്ട് വാസ് അബാൻഡൻഡ് ഇൻ 1983. അങ്ങനെ ആ ഒരു പ്രൊജക്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്നുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യാണ് 1983 കൂടിയിട്ട് അവരവിടെ സ്റ്റോപ്പ് ചെയ്യണം. The Silent Valley Rainforest was declared a national park in 1984. 1984 കൂട്ടത് എന്ത് ചെയ്യാണ് ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. എൻഷോറിംഗ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ള എയിമോട് കൂടിയിട്ടാണ് അതിനെ നാഷണൽ പാർക്കായിട്ട് 1984 മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് ഫിലിമിൽ ഇതൊക്കെ തന്നെയാണ് പറയുന്നതിന് ഷോർട്ട് ഫിലിമിൽ പറയുന്ന പോയിന്റ്സ് ഒന്ന് സമ്മപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ദ ഫിലിം ഈസ് സെറ്റ് ഇൻ ദ സൈലന്റ് വാലി, എ ഫ്രജൈൽ എക്കോസിസ്റ്റം ദാറ്റ് ഹാസ് ബീൻ ത്രെട്ടൻഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം, മനുഷ്യന്മാരുടെ ഇടപെടൽ കാരണം ആ ഒരു എന്താ പറയുക കുറച്ച് ദുർബലമായി മാറാൻ പോകുന്ന അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്ന ആ ഒരു മേഖലയെക്കുറിച്ച് സൈലന്റ് വാലിനെ കുറിച്ചാണ് ഈ ഒരു ഫിലിം പറയുന്നത്. ദ ഫിലിം എക്സ്പ്ലോർസ് ദ തീംസ് ഓഫ് എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സ്ട്രഗിൾ ടു പ്രിസർവ് ഇൻഡിജിനസ് കൾച്ചേഴ്സ്. അപ്പോൾ അവിടെയുള്ള കൾച്ചറിനെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയും അവിടുത്തെ എൻവയറമെന്റിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ആക്ഷൻസിനെയും ഒക്കെ എന്ത് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുള്ളത്. ദ ടൈറ്റിൽ ഓൺലി ആൻഡ് ആക്സ് അവേ റെഫേഴ്സ് ടു ദ, അത് വേണമെങ്കിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് ഓൺലി ആൻഡ് ആക്സ് അവേ, ഒരു മഴുദൂരം എന്നുള്ള ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഫേഴ്സ് ടു ദ ത്രെറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ ദാറ്റ് ലൂംസ് ഓവർ ദ വാലി ആസ് ദ സൗണ്ട് ഓഫ് ആൻ ആക്സ് സ്ട്രൈക്കിംഗ് എ ട്രീ ഈസ് എ കോൺസ്റ്റന്റ് റിമൈൻഡർ ഓഫ് ദി ഫ്രജിലിറ്റി ഓഫ് ദ എക്കോസിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഒരു മഴുദൂരം അല്ലെങ്കിൽ ഓൺലി ആൻഡ് ആക്സ് അവേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മഴുവിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ആ ഒരു മഴു വരുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ തന്നെ ഫ്രജിലിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു ദുർബലമായ ഒരു അവസ്ഥയെ നമുക്കതൊരു റിമൈൻഡർ ആയിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു മഴ യൂസ് ചെയ്താൽ മതി ഒരു എന്താ പറയുക മൊത്തത്തിൽ ആ ഒരു സന്തുലനാവസ്ഥയെ തന്നെ ബാധിക്കാൻ. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ റിമൈൻഡർ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ടൈറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. രതീഷ്, ദ ഫോറസ്റ്റ് വാച്ചർ ഓഫ് സൈലന്റ് വാലി, ടെൽസ് ദാറ്റ് ബാങ്ക്സ് ഓഫ് റിവർ കുന്തി ആർ റിച്ച് വിത്ത് ഓർക്കിഡ്സ് ആൻഡ് അതർ എൻഡേഞ്ചേർഡ് മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പോൾ തുടക്കത്തിൽ കാണുന്ന വ്യക്തി അവിടുത്തെ വാച്ചറാണ്, സൈലന്റ് വാലിയത്തെ രതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുന്തിപ്പുഴയുടെ തീരങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ഓർക്കിഡ്സും അതേപോലെ തന്നെ എന്താ പറയുക മെഡിസിനൽ പ്ലാന്റ്സ്, മരുന്നുകൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റെവിടെയും കിട്ടാത്ത
ഒരുപാട് പ്ലാൻസ് ഒക്കെ നമുക്ക് അറിയാത്ത ഒരുപാട് പ്ലാൻസ് ഇപ്പോഴും ഉണ്ട്. ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹു കോയിൻഡ് ദ നെയിം സൈലന്റ് വാലി ഇൻ 1847 ബിക്കോസ് ഓഫ് എ പെർസീവ്ഡ് ആബ്സെൻസ് ഓഫ് നോയ്സി സിക്കൈറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ സിക്കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീവീട് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ചീവീടുകളുടെ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ അത് കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു 1847 സമയത്ത് ബ്രിട്ടീഷുകാരാണ് ആ ഒരു സ്ഥലത്തിന് സൈലന്റ് വാലി എന്നൊരു ടേം കൊടുത്തിട്ടുള്ളത്. Around 1000 species have been reported, of which 30 are endemic to സൈലന്റ് വാലി. ഇപ്പോൾ 1000-ഓളം സ്പീഷീസുകൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊരു 30ഓളം എന്താണ് സൈലന്റ് വാലിയിൽ മാത്രമുള്ള പ്രാദേശികമായിട്ടുള്ള, ഇന്ത്യയിൽ വേറെ എവിടെയും കാണാൻ പറ്റാത്ത തരത്തിലുള്ള സ്പീഷീസുകളാണ്. There is no other rainforest with this much of biodiversity. ഇപ്പോൾ ഇത്രയും ജൈവ വൈവിധ്യമുള്ള മറ്റൊരു മഴക്കാട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. There are 5 endangered species: Nilgiri langur, Nilgiri thar, tiger, leopard and lion-tailed macaque. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ നമ്മൾ ആദ്യ പേരുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഹവാലൻ കുരങ്ങ്, വരയാട്, നീലഗിരി കുരങ്ങ്, അതേപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ജീവികളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയും എന്താണെന്ന് പറയുന്ന ആ ഒരു 5 endangered species ആണ്, അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. ദ ഏരിയ കോൾഡ് സൈരന്ധ്രി വാസ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ആസ് ഐഡിയൽ പ്ലേസ് ഫോർ പവർ ജനറേഷൻ ഇൻ 1928. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുന്തിപ്പുഴയുടെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ പ്ലേസിനാണ് സൈരന്ധ്രി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് അവർ ആദ്യം എന്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്, പവർ ജനറേഷന് വേണ്ടിയിട്ട് KCB തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. The proposal invited protest from a few scientists. അപ്പോൾ കുറച്ച് സയൻറ്റിസ്റ്റുകളൊക്കെ അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. Later, Kerala Forest Research Institute decided to study the impact of hydroelectric project on wildlife. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യാണ്, ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യാണ്, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ടീം അവിടെ വരുന്നുണ്ട്. Many movements and protests emerged. അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സും പ്രൊട്ടസ്റ്റുകളൊക്കെ വരുന്നു. എൻവയറമെൻ്റൽ സയൻറ്റിസ്റ്റ്, ഓർണിത്തോളജിസ്റ്റ്, നേച്ചർ ലവേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ബിക്കം പാർട്ട് ഇൻ ദ ക്യാമ്പയിൻ. അപ്പോൾ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരും അതേപോലെ പക്ഷിശാസ്ത്രജ്ഞരും അതേപോലെ തന്നെ പ്രകൃതി സ്നേഹികൾ, ടീച്ചേഴ്സ്, കുട്ടികൾ, അതേപോലെ തന്നെ എന്താണ് പോയറ്റ്സ്, റൈറ്റേഴ്സ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളും അതിൻ്റെ ഭാഗമായി മാറി. 1987 ഒബ്സർവ്ഡ് എ സേവ് സൈലന്റ് വാലി വീക്ക് ആൻഡ് സൈലന്റ് പ്രൊട്ടസ്റ്റ്. 1978 ആയപ്പോഴേക്കും സേവ് സൈലന്റ് വാലി വീക്ക്, ഒരു വാരാചരണം എന്നുള്ള രീതിക്ക് ഒരു വീക്ക് ഫുൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ മൗനജാഥ പോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ചിൽഡ്രൻ പോസ്റ്റഡ് കാർഡ്സ് ടു ദ ചീഫ് മിനിസ്റ്റർ, അതുപോലെ മന്ത്രിക്ക് കുട്ടികൾ കത്ത് എഴുതുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇൻ 1980 പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി റിക്വസ്റ്റഡ് കേരള ഗവൺമെൻറ് ടു സ്റ്റോപ്പ് ഫർദർ വർക്ക്സ് ഇൻ ദ വാലി ടിൽ ഓൾ ആസ്പെക്ട്സ് വാസ് സ്റ്റഡി. അങ്ങനെ 1980 കൂടിയിട്ട് ആ ഒരു പ്രൊജക്റ്റ് എല്ലാം ഡ്രോപ്പ് ചെയ്യണം. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, കേരള ഗവൺമെൻറ്റിനോട് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി എന്ത് പറയേണ്ടായി, ഇനി ഒരു ഫർദർ സ്റ്റഡി നടത്തി എല്ലാ ഭാഗങ്ങളും പഠിക്കുന്നത് വരേക്കും അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും നടത്തരുത് എന്നൊരു ഓർഡർ കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലേക്ക് 1980 കൂടിയിട്ട് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. താങ്ക്